Hello viewers, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ല സ്പെഷ്യൽ ആയിട്ട് കിട്ടാത്തതുമായിട്ടുള്ള കളക്ഷൻസ് ആണ്. ബാട്ടിക്കിലെ തന്നെ സോഫ്റ്റ് ചന്തേരിയിൽ വന്നിട്ടുള്ള ഫാബ്രിക്കിലാണ് ഞാൻ ഈ ഒരു കുർത്തി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ എന്നിരുന്നാലും നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്താലും നല്ലൊരു റിച്ച് ലുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള കുർത്തീസും നല്ല ഷെയ്ഡ്സും ആണ്. അപ്പോൾ നേരെ നമുക്ക് ആ കുർത്തീസിലേക്ക് ക്ലോസ് ആ വ്യൂയിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷെയ്ഡ്സ് എന്ന് പറയുന്നത്. 4 ഷെയ്ഡ്സ് ആണ് ഉള്ളത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് 4ഉം. ഒരു രക്ഷയില്ലാത്ത നമുക്ക് എപ്പോഴും കിട്ടാത്ത റെയർ ആയിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഇതിൽ പ്രസന്റ് ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള മാമ്പഴ മഞ്ഞ ഷെയ്ഡിലുള്ള കുർത്തി ഉണ്ട്. പിന്നെ എന്താ പറയുക, ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു ഒരു ലൈറ്റ് ബ്രൗൺ ആണ് ഈ ഒരു ഷെയ്ഡ്. ഒരു മാവ് ആ ഒരു ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. അടുത്ത വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ്. പിന്നെ വന്നിട്ടൊരു നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ, പിന്നെ വന്നിട്ടൊരു മസ്റ്റർഡ് യെല്ലോ. അപ്പോൾ ഇത്രയും കളേഴ്സാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഷെയ്ഡ് തന്നെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ വോക്കിൻ്റെ ക്ലോസ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രത്തോളം തിക്കാക്കിയിട്ടും ട്രിപ്പിൾ ലെയറിലുമാണ് ഈ ഒരു വോക്ക് നമ്മൾ ചെയ്തിട്ടുള്ളതെന്നുള്ള. നല്ല തിക്കാക്കിയിട്ടാണ് വോക്ക് ചെയ്തിട്ടുള്ളത്. മെയിൻലി കട്ട് ബീഡ്സും അതോടൊപ്പം തന്നെ സ്വീക്വൻസും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു വോക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഓൾറെഡി സെൽഫായിട്ട് തന്നെ ത്രെഡ് വോക്കും അതിൽ ചെറിയ സ്വീക്വൻസും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫാബ്രിക്കും കൂടിയാണ്. വീനെക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. എന്താ പറയാ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. സോഫ്റ്റ് ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. അതുപോലെ തന്നെ വീനെക്കിലാണ് ചെയ്തിട്ടുള്ളത്. വീനെക്കിൽ നല്ല തിക്കാക്കി തന്നെ വോക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കട്ട് ബീഡ്സും അതോടൊപ്പം തന്നെ സീക്വൻസും ആണ് വരുന്നത്. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെൽഫ് ആയിട്ട് തന്നെ ഇതിൽ ഓൾറെഡി ത്രെഡ് വർക്ക് ഉണ്ട്. പിന്നെ സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ ഇതുപോലെ സീത്രോ അല്ല, ഇതുപോലെ ഇരിക്കും. നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണിത്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടൊക്കെ ഇതുപോലെയായിട്ട് വരുന്നത്. പിന്നെ ലൈനിങ്ങിന്റെ കാര്യം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈനിങ് എല്ലാം ഈ അടുത്ത് വരുന്ന കുർത്തീസിനൊന്നും നമ്മൾ ലൈനിങ്ങിൽ ഒരു കുറവ് വരുത്തിട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ലൈനിങ് എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് അടുത്ത ഷെയ്ഡ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റർഡ് യെല്ലോ, ഒരു രക്ഷയില്ലാത്തൊരു കളറാണ്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു കുർത്തിന്റെ ക്ലോസ് ആ വ്യൂയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസ് ആ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള എന്താ പറയുക, ഒരു സിൽക്കിൻ്റെ ആ ഒരു പ്രീമിയം ഫീൽ എന്തായാലും ഉണ്ട് കേട്ടോ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ സിൽക്ക് കുർത്തി, നമ്മുടെ മസ്റ്റർഡ് യെല്ലോൻ്റെ ക്ലോസ് ആ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയിൽ തന്നെ കട്ട് ബീഡ്സും അതുപോലെ തന്നെ സ്വീക്വൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വോക്ക് ചെയ്തിരിക്കുന്നത് നെക്കിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതിൽ ഓൾറെഡി ത്രെഡ് വോക്ക് ഓൾറെഡി സെൽഫായിട്ട് തന്നെ ഉണ്ട്. വി നെക്കാണ് വരുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. എല്ലാ ഷെയ്ഡ്സും നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ്. ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത് ആണ് വരുന്നത്. വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു കുർത്തി വരുന്നത്. അതോടൊപ്പം തന്നെ സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ് വരുന്നത്. നെക്ക് നല്ല തിക്കാക്കിയിട്ടാണ് വോക്ക് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഇതിൽ ത്രെഡ് വോക്ക് ഓൾറെഡി ഉണ്ട്. ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് ഇത്. ശരിക്കും നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ളൊരു മസ്റ്റർഡ് യെല്ലോ. എല്ലാ ഷെയ്ഡ്സും നല്ല കേട്ടോ. അപ്പോൾ യെല്ലോയൊക്കെ നമുക്ക് എപ്പോഴും കിട്ടാത്തതല്ലേ ഈ ഒരു ബാട്ടിക്കിൽ. ഈ ഒരു ചെറിയതായിട്ടൊരു ഷൈനിയൊക്കെ വരുന്ന ഇങ്ങനത്തെ സിൽക്ക് ഫാബ്രിക്കിൽ നമുക്ക് നോർമലി എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബാട്ടിക്കിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ്. ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് അടുത്ത ഷെയ്ഡ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. എപ്പോഴും നമുക്ക് കിട്ടാത്ത വളരെ റെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു കുർത്തിൻ്റെ ക്ലോസ് ആ വ്യൂയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ക്ലോസ് ആ വ്യൂ എന്ന് പറയുന്നത്. നെക്കിലാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ആ ഒരു ചെയ്തിരിക്കുന്ന വോക്ക്. നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല തിക്കാക്കിയിട്ടാണ് വോക്ക് ചെയ്തിരിക്കുന്നത്. കട്ട് ബീഡ്സും സീക്വൻസ് ആണ് മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഈ ഒരു കുർത്തിയിൽ ഓൾറെഡി സെൽഫ് വർക്ക് ഉണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ. 47 ലെങ്ത് ആണ് വരുന്നത്. വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു കുർത്തി വരുന്നത്. അതോടൊപ്പം തന്നെ എന്താ പറയുക, സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്, പക്ഷെ സീ ത്രൂ അല്ല. നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. ഇതുപോലെയാണ് വരുന്ന സ്ലീവ്. പിന്നെ എന്താ പറയുക, ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കളറും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഷെയ്ഡിന്റെ ഫുൾ വ്യൂ. അത് കാണിക്കാൻ മറന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഷെയ്ഡ് ഒരു രക്ഷയില്ലാത്ത ഷെയ്ഡാണ്, എല്ലാ ഷെയ്ഡ്സും നല്ല ഭംഗിയാണ്. ഇതാണ് നമ്മുടെ ആ ഒരു ഷെയ്ഡിന്റെ ക്ലോസ് ആ വ്യൂ എന്ന് പറയുന്നത്. ഇതുപോലെ വരും. ഇതാണ് ഹാൻഡ് വോക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയിലെ കട്ട് ബീഡ്സ്, അതോടൊപ്പം തന്നെ സ്വീക്കൻസ് ഒക്കെ വെച്ചിട്ടാണ് വോക്ക് ചെയ്തിട്ടുള്ളത്. നല്ല തിക്കാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഓൾറെഡി സെൽഫ് വർക്ക് ഉണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത് ആണ് വരുന്നത്. വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു കുർത്തി വരുന്നത്. നെക്കാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വി നെക്കാണ്. ആ നെക്കിൽ തന്നെ നല്ല തിക്കാക്കി തന്നെ വോക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വേറെ ഇരിക്കുന്ന ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ച കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.